യോശുവയുടെ പുസ്തകം 2-ാം അധ്യായം. യെരിക്കോയിലേക്ക് ചാരന്മാർ. സൂനിൻ്റെ മകനായ ജോഷുവ ഹിത്തിൻ്റെയിൽ നിന്ന് 2 പേരെ രഹസ്യ നിരീക്ഷണത്തിന് അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി നാട് നിരീക്ഷിക്കുവിൻ, പ്രത്യേകിച്ച് ജെറിക്കോ. അവർ പട്ടണത്തിലെത്തി വേശ്യയായ റാഹേബിൻ്റെ വീട്ടിൽ രാത്രി കഴിച്ചുകൂട്ടി. നാട് ഉറ്റുനോക്കാൻ ഏതാനും ഇസ്രായേൽക്കാർ ഈജിപ്തിൽ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ജെറിക്കോ രാജാവിന് അറിവ് കിട്ടി. അവൻ ആളയച്ച് റഹാബിനെ അറിയിച്ചു, നിന്റെ അടുക്കൽ വന്നിട്ടുള്ളവരെ വിട്ടുതരിക, അവർ ദേശം ഉറ്റുനോക്കാൻ വന്നവരാണ്. ഇരുവരെയും ഒളിപ്പിച്ചിട്ട് അവൻ പറഞ്ഞു, ഏതാനും പേർ ഇവിടെ വന്നിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്, എന്നാൽ അവർ എവിടത്തുകാരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രാത്രിയിൽ പട്ടണവാതിൽക്കൽ അടയ്ക്കുന്നതിന് മുമ്പേ അവർ പുറത്തുപോയി. അവർ എങ്ങോട്ടാണ് പോയതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. വേഗം ചെന്നാൽ നിങ്ങൾക്ക് അവരെ പിടികൂടാം. അവളാകട്ടെ അവരെ പുരമുകളിൽ അടുക്കി വച്ചിരുന്ന ചുരുളുകൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്നു. അന്വേഷിച്ചു വന്നവർ ജോർദാനിലേക്ക് വഴിയിൽ കടവ് വരെ അവരെ തിരഞ്ഞു. അന്വേഷകർ പുറത്ത് കടന്ന ഉടനെ പട്ടണവാതിൽക്കൽ അടയ്ക്കുകയും ചെയ്തു. കിടക്കാൻ പോകുന്നതിന് മുമ്പ് റാഹാബ് അവരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ ഞങ്ങളെ ഭയചകിതരാക്കുന്നു. നാട് മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള ഭീതി നിറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും യോർദാൻകാരെ സീഹോർ, ഓഗ് എന്നീ 2 അമോരിയ രാജാക്കന്മാരെ നിങ്ങൾ നിർമൂലമാക്കിയത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് തളർന്നു. നിങ്ങൾ നിമിത്തം എല്ലാവരും നഷ്ടധൈര്യരായിത്തീർന്നു. മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കാരുണ്യത്തോടെ പ്രവർത്തിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ പിതൃഭവനത്തിലൂടും കാരുണ്യപൂർവ്വം പ്രവർത്തിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് ശപഥം ചെയ്യുവിൻ. എൻ്റെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും മറ്റ് ബന്ധുമിത്രാദികളുടെയും ജീവൻ രക്ഷിക്കണമെന്ന് ഉറപ്പുള്ള അടയാളവും എനിക്ക് തരണം. അവർ പറഞ്ഞു, നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ കൊടുക്കും. ഇക്കാര്യം നീ ആരോടും പറയാതിരുന്നാൽ കർത്താവ് ഈ ദേശം ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ നിങ്ങളോട് കാരുണ്യവും വിശ്വസ്തയും കൂടെ ഞങ്ങൾ പ്രവർത്തിക്കും. മതിലിനോട് ചേർന്ന് പണിതായിരുന്നു അവളുടെ വീട്. ജനലിൽ കൂടി കയറുക വഴി അവരെ താഴെ ഇറക്കി വിട്ടു. അവൾ അവരോട് പറഞ്ഞു, തേടിപ്പോയവർ നിങ്ങളുടെ കണ്ടുമുട്ടാതിരിക്കുവാൻ നിങ്ങൾ മുകളിലേക്ക് പോയി അവർ തിരിച്ചു വരുവോളം 3 ദിവസം അവിടെ താമസിക്കുവിൻ. അതിനുശേഷം നിങ്ങളുടെ വഴിക്ക് പോകാം. അവർ പറഞ്ഞു, ഞങ്ങളെക്കൊണ്ട് ശപഥം ചെയ്യിച്ച വാഗ്ദാനം ഞങ്ങൾ പാലിക്കും. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ ഇറക്കിവിട്ട ജനലകളിൽ ചുവന്ന ഈ ചരട് കെട്ടിയിരിക്കണം. നിൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പിതൃഭവനത്തെയും എല്ലാം നിൻ്റെ വീട്ടിൽ വിളിച്ചു കൂട്ടണം. ആരെങ്കിലും നിൻ്റെ വീടിൻ്റെ പടിവാതിക്കൽ കടന്ന് തെരുവിലേക്ക് പോകുന്നുവെങ്കിൽ അവൻ്റെ മരണത്തിന് അവൻ തന്നെ ഉത്തരവാദിയായിരിക്കും. ഞങ്ങൾ നിരപരാധരും. എന്നാൽ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളിൽ ആരും വധിക്കപ്പെടുവാൻ അവൻ്റെ രക്തത്തിന് ഞങ്ങൾ ഉത്തരവാദികളായിരിക്കും. ഇക്കാര്യം നീ വെളിപ്പെടുത്തിയാൽ ഞങ്ങളെക്കൊണ്ട് ചെയ്യിച്ച ഈ ശപഥത്തിൽ ഞങ്ങൾ വിമുക്തരായിരിക്കും. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അവരെ യാത്രയാക്കി. അവർ പോയി ആ ചുവന്ന ചരട് അവൾ ജനലയിൽ കെട്ടിയിട്ടു. അന്വേഷകർ തിരിച്ചു വരുന്നവരെ 3 ദിവസം അവർ മലയിൽ ഒളിച്ചിരുന്നു. തിരിഞ്ഞു പോയവർ വഴിനീളെ അന്വേഷിച്ചെങ്കിലും അവരെ കണ്ടെത്തിയില്ല. അനന്തരം ചാരന്മാർ മലയിൽ നിന്ന് ഇറങ്ങി നദി കടന്ന് സൂനിൻ്റെ മകനായ ജോഷുവയുടെ അടുക്കലെത്തി സംഭവിച്ചതെല്ലാം അറിയിച്ചു. അവർ പറഞ്ഞു, ആ ദേശം കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. തീർച്ചയായും അവിടുത്തുകാരെല്ലാം നമ്മെ ഭയപ്പെട്ടിട്ടാണ് കഴിയുന്നത്. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കും.